അത് ആത്മീക വിഷയമായാലും ഭൗതിക വിഷയമായാലും ഏത് വിഷയമായാലും യാതൊരു സാധ്യതയും ഇല്ലെന്ന് നമുക്ക് തോന്നിയാലും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്ത മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായമാണല്ലോ. 39 വാക്യങ്ങളുള്ള ഈ 15 അധ്യായത്തിൽ 3 കാര്യങ്ങളാണ് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ ആദ്യം മുതൽ ശ്രദ്ധിക്കുമ്പോൾ യേശുവിൻ്റെ ജനനവും, പിന്നീട് യേശു അനേക രോഗികളെ സൗഖ്യമാക്കുന്നു, അനേക പുരുഷാരങ്ങൾ യേശുവിനെ അനുഗമിക്കുന്നു. അതിൽ നിന്ന് ഈ പുരുഷാരത്തിൽ നിന്ന് യേശു തന്നോട് കൂടെ ചേർന്നിരിപ്പാൻ 12 ശിഷ്യന്മാരെ വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ശിഷ്യന്മാരുമായിട്ടാണ് യേശു പലപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. അങ്ങനെ യേശു യാത്ര ചെയ്ത് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് ഗന്നേസരത്ത് എന്ന സ്ഥലത്ത് കടന്നു വരുന്നു. അവിടെ വരുമ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ശിഷ്യന്മാരുടെ ഒരു കുറ്റം പറയുകയാണ്. ഇവർ കഴുകാത്ത കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു കുറ്റം പറയുമ്പോൾ അതിൻ്റെ ഉള്ള മറുപടി യേശു പറയുന്നുണ്ട്. അതാണ് ആദ്യത്തെ വാക്യങ്ങളിൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കുന്നു. യേശു അവിടെ പറയുന്നുണ്ട്, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുർചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. അപ്പോൾ ശിഷ്യന്മാരുടെ കുറ്റം പറഞ്ഞ ഈ പരീശന്മാരോടും ശാസ്ത്രിമാരോടും യേശു പറയുന്നു, ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളാണ് ഒരു മനുഷ്യനെ അശുദ്ധമാക്കുന്നത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഗന്നേസരത്ത് എന്ന സ്ഥലത്ത് നിന്ന് സോർ സീദോൻ എന്ന സ്ഥലത്തേക്ക് യേശു യാത്ര ചെയ്യുകയാണ്. അവിടെ അടുത്തുള്ള വാക്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കനാന്യ സ്ത്രീ വരികയാണ്. കനാന്യ സ്ത്രീ വന്ന് തൻ്റെ മകൾക്ക് ഭൂത ഉപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ സൗഖ്യമാക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കുമ്പോൾ ആ ഒരു സൗഖ്യം അവിടെ നടക്കുന്നു. കനാന്യ സ്ത്രീയുടെ മകളെ സൗഖ്യമാക്കുന്നതായിട്ടാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ കാണുമ്പോൾ 32 വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗന്നേസരത്തിൽ നിന്ന് സോർ സീദോൻ എന്ന സ്ഥലത്തേക്ക് വരുന്നു. അവിടെ നിന്ന് ഗലീലയിലേക്ക് വരുന്നു. ഗലീലയിൽ കടലരികെ ചെന്നിട്ട് മലയിൽ കയറി അവിടെ ഇരിക്കുകയാണ് യേശു. അപ്പോൾ അനേക പുരുഷന്മാർ ഈ യേശുവിനെ അനുഗമിക്കുകയാണ്. രോഗികൾ സൗഖ്യമാക്കേണ്ടതിനാണ് ഈ പുരുഷാരമെല്ലാം യേശുവിനെ അനുഗമിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, ഈ ജനം 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. ഇവർക്ക് ഭക്ഷിപ്പാൻ എന്തെങ്കിലും കൊടുക്കുവാൻ പറയുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഈ കാട്ടിൽ നമുക്ക് ഇത്രയും ജനത്തിന് എങ്ങനെയാണ് ആഹാരം കൊടുക്കുവാൻ കഴിയുന്നത്? നമുക്കത് കഴിയത്തില്ലെന്ന് യേശുവിനോട് പറയുമ്പോൾ നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ 7 അപ്പവും കുറേ ചെറുമീനും ഉണ്ടെന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു 7 അപ്പം കൊണ്ടും കുറേ ചെറുമീനും കൊണ്ടും ഈ വന്ന പുരുഷാരത്തിനെല്ലാം ഭക്ഷണം കൊടുക്കുകയാണ്. അവരെ തൃപ്തരായിട്ട് മടക്കി അയക്കുന്നു. ഇവിടെ കൂടെ നിൽക്കുന്നവരോട് മനസ്സലിവ് കാണിക്കുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ അതാണ് പറയുന്നത്, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. ആരോടാണ് യേശുവിന് മനസ്സലിവ് തോന്നുന്നത്? യേശുവിനോട് കൂടെ പാർക്കുന്നവരോടും അവരുടെ വിഷയത്തോടും യേശുവിന് വളരെ മനസ്സലിവ് തോന്നുകയാണ്. 3 നാളായി എന്നോട് കൂടെ പാർക്കുന്ന ഈ ജനത്തിന് ആഹാരം കൊടുത്ത് വിട്ടയക്കണം, അല്ലെങ്കിൽ അവരുടെ വഴിയാത്രയിൽ അവർ തളർന്നു പോകുമെന്നൊക്കെ കരുതലുള്ള ഒരു യേശുവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമ്മൾ യേശുവിനോട് ചേർന്ന് നടന്നാൽ, നമ്മൾ യേശുവിലായി തീർന്നാൽ നമ്മുടെ വിഷയങ്ങൾക്കെല്ലാം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവത്തെയാണ് നമുക്ക് ഈ വചനഭാഗങ്ങളിൽ കൂടെ കാണുവാൻ സാധിക്കുന്നത്. മനസ്സലിവ് തോന്നുന്ന ഒരു ദൈവം, അല്ലെങ്കിൽ വഴിയാത്രയിൽ തളർന്നു പോകുമെന്നുള്ള ആ കരുതലുള്ള ഒരു ദൈവം, ആ ദൈവത്തെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ശിഷ്യന്മാരോട് പറഞ്ഞ് അവർക്ക് സമൃദ്ധിയായി ആഹാരം അവിടെ ലഭിക്കുന്നു, അവർ തൃപ്തരായി മടങ്ങിപ്പോകുന്നു. അങ്ങനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെയും വിഷയത്തിൽ പ്രിയമുള്ളവർ, ഇത് കേൾക്കുന്ന നിങ്ങളുടെയും വിഷയത്തിൽ നിങ്ങൾ ഈ യേശുവിനെ വാസ്തവമായും അറിഞ്ഞ് ഈ യേശുവിനോട് കൂടെ ആയിരിക്കുകയാണെങ്കിൽ, ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണെങ്കിലും ആ വിഷയത്തിന്മേൽ പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അത് ആത്മീക വിഷയമായാലും ഭൗതിക വിഷയമായാലും ഏത് വിഷയമായാലും യാതൊരു സാധ്യതയും ഇല്ലെന്ന് നമുക്ക് തോന്നിയാലും, ഇവിടെ ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഈ കാട്ടിൽ എങ്ങനെയാണ് ഇത്രയും ജനത്തിന് ആഹാരം കൊടുക്കുന്നതെന്ന് ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു. അത് അസാധ്യമാണ്. എങ്കിലും അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ കഴിവുള്ള ആ ദൈവത്തിന് അതെല്ലാം ചെയ്യുവാൻ പറ്റുമെന്നുള്ള ആണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഈ യേശുവിൻ്റെ കൂടെ ചേർന്ന് ജീവിപ്പാനും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനും നമ്മൾ ഒരുക്കമായാൽ നമ്മുടെ എല്ലാ വിഷയത്തിനും പരിഹാരം തരുവാൻ യേശു വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ യേശുവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഈ നാളുകളിൽ നമുക്കായിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കും.